നമ്മൾ മൊത്തത്തില് ഫ്ലോറും നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളും പറയുന്നതും ഒക്കെ ഒരു സഞ്ജുമയത്തിലല്ലേ ഇപ്പൊ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സർവം സഞ്ജുമയം അല്ലേ, അങ്ങനെ പറയാം. അപ്പൊ എനിക്ക് നമ്മുടെ മനോജ് സാറിനോട് ഒറ്റ ചോദ്യം. സാറ് അന്ന് ബിജു സാറ് പറഞ്ഞിട്ട് സെന്റ് ജോസഫ് സ്കൂളിൽ സഞ്ജുവിന് അഡ്മിഷൻ കൊടുക്കുന്നു. അതായത് ആ അഡ്മിഷൻ കൊടുത്ത ആ മൊമെന്റ് ആണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് കിട്ടിയ ഒരു പൊന്തൂവൽ, മലയാളികൾ കൊടുത്ത ഒരു പൊന്തൂവൽ എന്ന് പറയാം. അപ്പം ഈ സ്കൂൾ ക്രിക്കറ്റ് ടീമിന് വേണ്ടിയിട്ട് സഞ്ജുവിൻ്റെ ഒരു എന്തെങ്കിലും ഒരു ഓർമ്മ, അതിപ്പോൾ സ്കൂൾ ക്രിക്കറ്റ് ടീമിന് പോയിട്ട് ഏതെങ്കിലും ടീമുമായിട്ട് കളിച്ചതോ അല്ലെങ്കിൽ വേറെ സ്കൂളുമായിട്ട് കളിച്ചത് എന്തോ ആവാം. സഞ്ജു ഈ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വർഷത്തിൽ ഒരു 30-40 ദിവസമേ സ്കൂളിൽ ഉണ്ടാവാറുള്ളൂ. അപ്പോൾ 5 വർഷം പഠിച്ചതിനിടയിൽ ഏകദേശം 2 വർഷം മാത്രമാണ് സ്കൂളിൻ്റെ ഈ സബ് ജില്ലാതല മത്സരത്തിൽ സഞ്ജുവിന് പങ്കെടുക്കാൻ സാധിച്ചത്. ഒരു മത്സരം മാക്സിമം 10 ഓവർ, ഇപ്പോൾ 6 ഓവർ മുതൽ അത് സ്റ്റാർട്ട് ചെയ്യും. ഡിപ്പെൻസ് ആണ് ആ സാഹചര്യം അനുസരിച്ച്. അപ്പോൾ സെൻറ്റ് ജോസഫ് സ്കൂളിൽ എപ്പോഴും നല്ല ക്ലാസ് പ്ലെയേഴ്സ് ഉണ്ടെങ്കിലും ഈ അടുപ്പിച്ചുള്ളൊരു 4-5 വർഷക്കാലം ഡിസ്ട്രിക്റ്റിൽ വിൻ ചെയ്യാറില്ല. അപ്പോൾ സഞ്ജു ശരിക്കും ഈ കാണിക്കുന്ന വെടിക്കെട്ട് അന്ന് സഞ്ജുവിൻ്റെ ഫസ്റ്റ് ടൂർണമെൻറ്റിൽ സെൻറ്റ് ജോസഫ് സ്കൂളിന് വേണ്ടി കളിക്കുന്നത് സഞ്ജുവിൻ്റെ ചേട്ടൻ സാലിയും കൂടി ചേർന്ന് ഓപ്പണിംഗ് നിന്നിട്ട്, ഇപ്പം എനിക്ക് തോന്നുന്നു ഇവിടെ അമൃത TV-യിലെ വിഷ്ണു അന്ന് ക്രിക്കറ്റ് ടീമിലെ മെമ്പറായിരുന്നു. വിഷ്ണു ആയിരുന്നു അതിന് മുമ്പ് ഓപ്പണിംഗ് ചെയ്തുകൊണ്ടിരുന്നത്. വിഷ്ണു ഈ സഞ്ജു വന്ന സമയത്ത് ഒന്ന് മാറിക്കൊടുത്തു. അതിൻ്റെ റിസൾട്ട് എനിക്ക് തോന്നുന്നു വിഷ്ണു അന്ന് ഫസ്റ്റ് ഡൗൺ ആയിട്ട് എങ്ങാണ്ട് ഇറങ്ങി. പക്ഷേ സെൻറ്റ് ജോസഫ് സ്കൂള് ആ ജില്ലയിൽ ചാമ്പ്യൻസ് ആയിട്ട് മാറി. എന്നുവെച്ചാൽ ശരിക്കും അന്ന് 2020 ഒക്കെ വരുന്നതേ ഉള്ളൂ. അന്ന് 6 ഓവറിൽ അടിച്ചതെന്ന് പറഞ്ഞാൽ അത്രയും പടുകൂറ്റൻ അടികളായിരുന്നു സഞ്ജുവിൻ്റെ. അത് രോമാഞ്ചം കൊള്ളുന്ന ഒരു മത്സരമായിരുന്നു. എനിക്ക് തോന്നേ നമ്മളെ ഇന്റർവ്യൂല് പണ്ട് വൈറലായ ഒരു സാധനമുണ്ട് സഞ്ജുവിന്റെ, അത് ബോൾ വന്നു കഴിഞ്ഞാൽ വലിച്ചടിക്കാനേ തോന്നുള്ളൂ ചേട്ടാ, അങ്ങനെയാണ് ഇങ്ങനെ പറയാറ് സഞ്ജു. എനിക്ക് തോന്നുന്നു അന്ന് നമ്മുടെ വിഷ്ണു മാറിക്കൊടുത്ത മാറ്റമാണ് സഞ്ജു എന്നുള്ള വെടിക്കെട്ട് ബാറ്റ്സ്മാനെ. താങ്ക് യുടാ വിഷ്ണു, നീ എന്ന് ഓപ്പണിംഗ് മാറിക്കൊടുത്തല്ലോ. ഇനി അങ്ങോട്ടേക്ക് എന്ന് പറയുന്നത് നമ്മൾ ക്യൂട്ടി ദ ഹാൻഡ് വാഷ് ഇന്നത്തെ മെയിൻ ആരാന്നുള്ളതാണ് നമ്മൾ അറിയാൻ പോകുന്നത്. പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് എന്ന് നമ്മുടെ സഞ്ജു ചേട്ടന് കിട്ടിയതുപോലെ ഇവിടെ ഇന്നത്തെ മെയിൻ, അവരുടെ ഭാഷയിൽ ഇന്നത്തെ മാൻ ഓഫ് ദി മാച്ച്. അതെ, ആരാണെന്നുള്ളതാണ് നമ്മൾ അറിയാൻ പോകുന്നത്. നിങ്ങൾ റെഡിയാണോ? ഈ പവറിലാണെങ്കിൽ ശ്വേത ചേച്ചി അത് പറഞ്ഞോളൂ, ആരാണ് ക്യൂട്ടി ദ ഹാൻഡ് വാഷ് ഇന്നത്തെ മെയിൻ? All right guys, today we're going to see who is the tournament's best player. എനിക്ക് തോന്നുന്നതേ അവന്മാരെ ബാറ്റും ബോളും കൊള്ളില്ല. അയ്യോ അങ്ങനെയല്ല, നിന്റെ ബാറ്റിൽ ബോൾ കൊള്ളില്ല. നമ്മൾ ഈ കണ്ട തീർന്ന് കളിച്ചിട്ട് ഒരു ഉപയോഗമില്ല. നമ്മള് നേരെ ടർഫിലോട്ട് പോണം, പൈസ എറിയണം. ഈ പറഞ്ഞ കാര്യത്തിനോട് 100% ഞാൻ ഇതിനോട് യോജിക്കണം കേട്ടാ. നീ യോജിക്കുന്നുണ്ടാ? എടാ അങ്ങനെയാണല്ലേ, ഇന്നലെ മേടിച്ച 12 20 തന്നടാ. എന്റെ ഇല്ല, നീ തന്നടാ. എന്റെ പണ്ടേ ഇല്ലല്ലോ. എവിടെ പോണെന്നാ പറഞ്ഞു? ഇനി ആ ടഫ് വാക്കി ഇവിടെ ബാറ്റിംഗും ബോളിംഗും കോളാക്കും, എനിക്ക് ഉറപ്പാ. പക്ഷെ ഫീൽഡിംഗ് ഉണ്ടല്ലോ, ഞാനെ പിടിച്ചു തരും. ആര് പിടിക്കും? ഞാൻ പിടിക്കും. ഇവൻ കുറെ പിടിക്കും. എടാ നീ കഴിഞ്ഞ സുമേഷ് അടിച്ചു വിട്ട ബോളിന്റെ പുറകെ ഓടിയായിരുന്നോ? ഞാൻ ഓടിയായിരുന്നു. ആ ഗ്യാപ്പിൽ അമ്മ 80 റൺസ് ഓടിയിട്ടു. എന്നിട്ട് ഓടി തന്ന സുമേഷ് എനിക്ക് കൊണ്ട് തന്നു പന്ത്. നീ ഒരു കാര്യം ചെയ്യും, പന്ത് വരാത്ത ഏതെങ്കിലും മൂലയ്ക്ക് മാറി നിൽക്കും. പോ എന്റെ കൺമുനി. കരനിറയെ പണമൊഴുകണ കളി പറന്നിറങ്ങുന്ന ചുറ്റി പല ചുഴി കരനിറയെ പണമൊഴുകണ കളി പറന്നിറങ്ങുന്ന ചുറ്റി പല ചുഴി. സൂപ്പർ, കൺഗ്രാറ്റുലേഷൻസ്. അപ്പം ക്യൂട്ടി ദ ഹാൻഡ് വാഷ് ഇന്നത്തെ മെയിൻ ഇസ് സുബീഷ്. ഇത് എത്രാമത്തെ തവണയാണ് ഈ കിരീടം നേടുന്നത്? 3ാമത്തെ തവണ. ഇത് എന്ത് തോന്നുന്നു? ഭയങ്കര സന്തോഷം. ഇനി സ്ഥിരം ആക്കേണ്ടി വരുമോ? നമ്മൾ ഈ ഗ്യാങ്ങിന്റെ സ്ഥിരം രാജാവ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ ആക്കേണ്ടി വരുമോ? അല്ലല്ല, 3 പേർക്കും കൂടെ കൊടുക്കണം. സുബീഷിന്റെ വീട്ടിലെ ക്യൂട്ടി ദ സോപ്പ് കാണാൻ തുടങ്ങി. ഇതിന്നുള്ള സാധനങ്ങളൊക്കെ ഇവർക്ക് കൊടുക്കാറുണ്ടോ? ഇമാരെല്ലാം കൊണ്ടോ, എനിക്കൊന്നും കിട്ടത്തില്ല. എനിവേ സോ ഹാപ്പി. അപ്പൊ ഇനിയും ഇതുപോലെ തന്നെ ഇഷ്ടംപോലെ തവണ നമ്മുടെ ക്യൂട്ടി ദ ഹാൻഡ് വാഷിന്റെ പ്രോഡക്റ്റും ലഭിക്കട്ടെ, അതുപോലെ തന്നെ കിരീടം എല്ലാവർക്കും നിങ്ങൾക്കും ഒക്കെ കിട്ടട്ടെ. അതിന് എന്ത് ചെയ്യണം? പരിശ്രമിക്കണം. ഇനിയും കിടിലായിട്ട് നമ്മൾ പെർഫോം ചെയ്യണം, മാത്രമേ ഉള്ളൂ.
ഫ്രണ്ട്സ്, നമുക്കറിയാവുന്ന പോലെ ഇന്നത്തെ കോമഡി മാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഈ എപ്പിസോഡ് എന്ന് പറയുന്നത് ശരിക്കും സഞ്ജു ചേട്ടന് വേണ്ടി അല്ലെ, ഒരു ട്രിബ്യൂട്ട് എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്തൊരു എപ്പിസോഡായിരുന്നു. അപ്പൊ അതിന് സഹകരിച്ച് സഞ്ജുവിനായിട്ട് അടുത്ത് നിൽക്കുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് വിത്ത് us. ഇനിയും ഒരുപാട് കഥകൾ അല്ലെ സഞ്ജു ചേട്ടൻ്റെ ഞങ്ങൾക്ക് അറിയണം എന്നുണ്ട്, ഞങ്ങൾക്ക് ചോദിക്കാനും ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം ഒരു എപ്പിസോഡും കൂടെ നിങ്ങളും നിങ്ങളുടെ പിള്ളേരും ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യണം. വരുവോ? തീർച്ചയായിട്ടും. അത് മൊബിൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒച്ചത്തിൽ വരും എന്നുള്ളത്. അതുകൊണ്ട് ആ വിശ്വാസത്തിൽ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ ഫ്രം കോമഡി മാസ്റ്റർ.